മണ്ഡലം അതേപോലെ മറ്റൊരു സ്റ്റാർ മണ്ഡലമാണ്. അവിടുത്തെ നമ്മുടെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് UDFന്റെ ജ്യോതികുമാർ ചാമക്കാല, LDFന്റെ KP ഗണേഷ് കുമാർ മന്ത്രിയാണ് മത്സരിക്കുന്നത്. അനിൽകുമാറിന്റെ അവിടുത്തെ ആ ഒരു ട്രെൻഡ് എന്താണ്? പത്തനാപുരം ആർക്കൊപ്പമാണ്? ഗണേഷ് കുമാർ തുറന്നു കാട്ടപ്പെടുന്നതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ്. ഗണേഷ് കുമാർ തീർച്ചയായിട്ടും പത്തനാപുരത്ത് അദ്ദേഹത്തിന് വലിയ അദ്ദേഹത്തിന് സ്വീകാര്യമുണ്ടായിരുന്ന കാര്യത്തിൽ. പക്ഷേ കഴിഞ്ഞ ഒരു 5 വർഷം ഗണേഷ് കുമാർ കുറെ കൂടി തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ലൈംഗിക പരാതി, ആ പരാതിയിൽ ഗണേഷ് കുമാറിന്റെ ഗൂഢാലോചന ഉണ്ടായിരുന്നത് CBI കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തില്ല. അപ്പം ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയെ പോലൊരു ഏറ്റവും എന്താ പറയുക നന്മയുള്ള ഒരു നേതാവിനെ ഒരു ലൈംഗിക ആരോപണ കേസിൽ കുടുക്കി എന്നുള്ളത് അവരെ സംബന്ധിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അവരെ സംബന്ധിക്കുന്ന വലിയൊരു അനപ്രയാസമുള്ള കാര്യം. അത് കുടുക്കിയത് ഗൂഢാലോചന നടത്തിയത് ഗണേഷ് കുമാറാണ് എന്നുള്ളത് ജനങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ചും അറിയാവുന്ന ആൾക്കാരുടെ അതിന്റെ സാന്നിധ്യം തുടർന്നവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ജനങ്ങൾക്ക് ഉണ്ടാകാൻ അത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയം. അത് നമ്മളാരും എന്താ പറയുന്നത് വളരെ ആസ്തരിക ബോധത്തോട് ജീവിക്കുന്ന ആൾക്കാരാണ്. പ്രണയങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഇതൊക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ അവരുടെ നടക്കുന്ന കാര്യങ്ങൾ വലിയ ധാർമ്മികവും അല്ലെങ്കിൽ സമാധാനം. പക്ഷെ തന്റെ പങ്കാളികളെ എല്ലാം എന്താ പറയുക ശാരീരികമായി പീഡിപ്പിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയൊരു കുറ്റവാളികൾ തോന്നും. അതിനകത്ത് ആ കുറ്റം അദ്ദേഹം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ഈ ഗവൺമെന്റ് സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ളത് ആ ഗവൺമെന്റ് കൊടുക്കുന്ന സംരക്ഷണവും അതിനകത്തൊരു പ്രശ്നം. ഇപ്പോ 2019 തെരഞ്ഞെടുപ്പിന് ശേഷം ഗണേഷ് കുമാറിന്റെ യഥാർത്ഥ ചിത്രം കുറെ കൂടി ജനങ്ങൾക്ക് ബോധ്യമാവുന്ന രീതിയിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ളത് ഭാഗമടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സുഹൃത്തിന്റെ ഭരണവിരുദ്ധ വികാരം ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് അവിടെ പത്തനാപുരത്ത് മത്സരിക്കുന്നത്. ആ പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല മത്സരിച്ചപ്പോഴും പരാജയപ്പെടുന്ന ഏകദേശം അദ്ദേഹത്തിന് 6000 വോട്ടുകൾക്കാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണ മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറി മത്സരിക്കുന്നവർ പിന്നീട് ചിലപ്പോൾ നിൽക്കാറില്ല. തെരഞ്ഞെടുപ്പ് കൂടുതലേക്ക് പോകുന്ന സാഹചര്യം പലരും സീറ്റുകൊണ്ട് മറ്റുള്ളവരെല്ലാം മത്സരിച്ച് അതേ പരാജയപ്പെട്ടതിനു ശേഷം നമ്മൾ ആദ്യം അദ്ദേഹത്തെ കാണുന്നില്ല. പക്ഷെ ജ്യോതികുമാർ ചാമക്കാല അവിടെ മനുഷ്യൻ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷം ഒരുപക്ഷെ ഗണേഷ് കുമാറിനേക്കാൾ കൂടുതൽ സാന്നിധ്യം ജ്യോതികുമാറിന്റെ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടും ബോധ്യമുള്ളൂ. അത് ഞങ്ങളൊക്കെ ഒരുമിച്ച് പല മാറ്റം പരിപാടികൾ ഉള്ളതുകൊണ്ട് അവിടുന്ന് പത്തനാപുരത്തേക്ക് അദ്ദേഹത്തിന് തിരിച്ചെത്താനായിട്ടുള്ള അദ്ദേഹം അത്രമാത്രം സീരിയസ് ആയിട്ട് അതിനെ കാണുന്നുള്ള വ്യക്തിപരമായിട്ട് ബോധ്യമുള്ളതാണ്. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഒരു ബന്ധവും ഇല്ലാതിരുന്ന സമയത്ത് സർക്കാരിന് 99 സീറ്റിന് അല്ലെങ്കിൽ LDFന് 99 സീറ്റ് നേടി അധികാരത്തിലേക്ക് എത്തിയൊരു സമയത്ത് 6000 വോട്ടിന്റെ പരാജയമാണ് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം നേരിടേണ്ടി വന്നെങ്കിൽ ഇത്തവണ എല്ലാം അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കൃഷിയുടെ പോലെ കാറ്റ് മാറി കൃഷി ഭരണത്തിന്റെ വിധാനം ഇത്രയും ശക്തമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു സംശയവും വേണ്ട. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മാത്രമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മാറും. പത്തനാപുരത്ത് അനിപറം ഗണേഷ് കുമാറുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നത് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അതിനകത്തുണ്ട്. ആ ഘടകങ്ങളെല്ലാം അനുകൂലമായിട്ട് നടത്തി. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ അവിടെ ചർച്ച ചെയ്യില്ലേ? പത്തനാപുരത്ത് എന്തായിരുന്നു KP ഗണേഷ് കുമാർ കഴിഞ്ഞ 5 വർഷം ചെയ്തത്? ഇപ്പോ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു പേര്, ആ പേരിന്റെ പുറത്ത് കുറേയധികം വോട്ടുകൾ കിട്ടും എന്നൊരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്കും ആരോപണങ്ങളും കഴിഞ്ഞ 5 വർഷം എന്തൊക്കെ വികസനങ്ങൾ ചെയ്തു, ആ വികസനങ്ങൾ അവിടെ പത്തനാപുരംകാർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? ഇതാണ് പ്രധാന ചോദ്യമായിട്ട് അവിടെ നിലനിൽക്കുന്നത്. അതേപോലെ BJPയുടെ അനിൽകുമാർ ആണോ അവിടെ മത്സരിക്കുന്നത്? ത്രികോണ പോരാട്ടമാണോ അതോ ഒരു കോൺഗ്രസ് LDF അല്ലെങ്കിൽ ഇടത് ആ ഒരു പോരാട്ടമാണോ പത്തനാപുരത്ത് കാണാൻ സാധിക്കുന്നത്? ഇപ്രാവശ്യത്തെ പോരാട്ടം കൂടുതലായിട്ട് LDF UDF പോരാട്ടമായിട്ട് മാറും. ത്രികോണ ഒരു മത്സരത്തിലേക്ക് സീരിയസ് ത്രികോണ മത്സരത്തിലേക്ക് അത് കടക്കും. അവിടെ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ധ്രുവീകരണം അവിടെ ഉണ്ടാവുന്നത്. പിന്നെ വികസനം എന്ന് പറയുന്നത് അങ്ങനെ കാര്യമായിട്ടുള്ള വികസനം ഉള്ളിടത്തും ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി നടത്താൻ സാധിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും ഈ പൊതുമരാമത്ത് ചെയ്ത വകുപ്പ് ചെയ്തിട്ടും
ഇത്തിരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓഫ് ബജറ്റിലാക്കി മാറ്റി അത് അഴിമതിക്ക് പറഞ്ഞുകൊണ്ടാക്കി മാറ്റി എന്നതിന് അപ്പുറം കാര്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താനായിട്ട് പറ്റുന്നു എപ്പോഴും ചോദിക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാരുടെ ഇടയിൽ ഈ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു ബിഗ് ടിക്കറ്റ് പ്രോജക്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് നടക്കും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് വിഴിഞ്ഞം തുറമുഖം തെളിഞ്ഞു അതുപോലെ കണ്ണൂർ എയർപോർട്ട് കൊച്ചി മെട്രോ അങ്ങനെയുള്ള പദ്ധതികൾ ഈ 5 വർഷക്കാലത്തിനിടെ തന്നെ വിവിധ ഒട്ടേറെ ബിഗ് ടിക്കറ്റ് പ്രോജക്ട് നമുക്ക് നടത്താൻ സാധിച്ചു 10 വർഷക്കാലം കൊണ്ട് ഈ പിണറായി വിജയൻ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒറ്റ ബിഗ് ടിക്കറ്റ് പ്രോജക്ട് അത് 1 കോടി രൂപ ഏതെങ്കിലും സ്കൂൾ മുറി പറഞ്ഞുകൊണ്ടൊക്കെ കണക്കാണ് ഇവർ പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ 840 നിയോജകമണ്ഡലങ്ങളിലും സ്കൂൾ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു 1 കോടി രൂപ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കാര്യങ്ങൾ. പക്ഷെ എല്ലാ കാലത്തും എല്ലാ ഗവൺമെന്റുകളും ചെയ്യുക ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന വലിയൊരു വികസനം എന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ അല്ലെങ്കിൽ സോഷ്യൽ ആവട്ടെ അതിനെ കുറിച്ചൊരു കാര്യം ചോദിച്ചാൽ പറയാൻ ഈ ഗവൺമെന്റിനില്ല. അപ്പൊ അതുകൊണ്ട് വികസനമില്ലായ്മ എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. ശ്രീ കെ.ബി. ഗണേഷ് കുമാറിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് വോട്ട് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ട അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ വരുന്ന ഒരു കമന്റ് ഞാൻ പറയാം. കട്ടപ്പുറത്തിരുന്ന KSRTC രക്ഷിച്ചത് കെ.ബി. ഗണേഷ് കുമാർ ആയിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇതിനു മുൻപുണ്ടായിരുന്ന ശമ്പള കുടിശ്ശിക പ്രശ്നം KSRTC ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുന്ന രീതിയിലേക്ക് KSRTC മാറ്റിയത് കെ.ബി. ഗണേഷ് കുമാറാണ്. ഇതാണ് അവർക്ക് പറയാനുള്ള പ്രധാന രീതികൾ. പിന്നീട് അദ്ദേഹം ഇടപെട്ട ചില കാര്യങ്ങളാണെങ്കിൽ കൂടി ഇപ്പൊ തിരുവനന്തപുരത്തെ ആ ഒരു KSRTC ജീവനക്കാരന്റെ മേലുണ്ടായ പ്രശ്നത്തിലാണെങ്കിലും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇതൊക്കെ കെ.ബി. ഗണേഷ് കുമാർ ചെയ്തില്ലേ, അപ്പൊ ഇതാണ് വികസനങ്ങൾ എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടിരുന്നു അവിടുത്തെ തന്നെ ഒരു ലക്ഷറി ബസ് നഷ്ടത്തിലാണെന്നുള്ള ഒരു കണക്ക് വരുന്ന കേട്ടിരുന്നു. അപ്പോ ഇതിൽ ഏതായിരിക്കും ജനങ്ങൾ സ്വീകരിക്കുക? ഇത് മുക്കില രാജ്യത്ത് മുറിമുക്കൻ രാജാവ് എന്ന് പറയുന്ന സാഹചര്യം ഇപ്പൊ നമ്മൾ എപ്പോഴും നമ്മള് കമ്പയർ ചെയ്യുന്നത് നമുക്ക് തൊട്ടുണ്ടായിരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആന്റി രാജു അതിനകത്ത് വൻ പരാജയമായിരുന്നു എന്നുള്ളത് ഗണേഷ് കുമാർ തന്നെ പറഞ്ഞു. വൻ പരാജയമായിരുന്നുള്ള ഗണേഷ് കുമാർ തന്നെ. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇന്നത്തെ നിലയ്ക്ക് ഒരു നല്ല മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. മുമ്പുണ്ടായിരുന്നത് ആന്റി രാജിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയോ ഒന്നുമില്ലാത്ത ഒരാളുടെ സമയത്ത് ഉണ്ടായ പരാജയം അതിനെ ഒരുപക്ഷെ UDF-ന്റെ കാലത്തേക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മാറ്റം എന്ന് പറയാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രമാത്രം നമ്മുടെ കാര്യങ്ങളിൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകയിൽ പോകുന്ന സംസ്ഥാനങ്ങളെല്ലാം വലിയ രീതിയിൽ അവരുടെ ഈ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ട് അവരുടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ വിപ്ലവകരമായ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചില്ല. പല റൂട്ടുകളും ഇപ്പോഴും പല എന്താ പറയുക പുതിയ റൂട്ടുകൾ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതൊക്കെ വലിയൊരു കാര്യമാണ്. ജനങ്ങളുള്ള ഓടിച്ചാൽ ലാഭകരമാക്കാൻ കഴിയുന്ന പുതിയ റൂട്ടുകൾ എക്സ്പ്ലോർ ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ ചെയ്യാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ മറുപടി. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഈ നമ്മുടെ ബസ്സിൽ നിന്നുള്ള വരുമാനം മാത്രമല്ല അതല്ലാതെ മറ്റു വരുമാന സ്രോതസ്സുകൾ ടാപ്പ് ചെയ്യുക, അങ്ങനെ പല പല രീതിയിലുള്ള പരിഷ്കരണങ്ങൾ ഇന്നത്തെ കാലത്ത് കൊണ്ടുവരാൻ സാധിക്കും. ആ വേഗത്തോടെ എത്താൻ സാധിച്ചിട്ടുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ ഞാനാണല്ല, അദ്ദേഹത്തിന് ചെയ്തിട്ട് പക്ഷെ അതിനേക്കാളും എല്ലാം അപ്പുറം എതിരായിട്ട് നിൽക്കുന്ന ഘടകങ്ങൾ ഈ കഴിഞ്ഞിട്ടുണ്ട്. ഗണേഷ് കുമാറിന് എതിരായിട്ട് ഇന്ദ്രവും. ഓക്കെ, അപ്പൊ പത്തനാപുരത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. ത്രികോണ പോരാട്ടത്തിന് അത്ര ഒരു സാഹചര്യം വരുന്നില്ല. അതിനപ്പുറത്തേക്ക് ജ്യോതികുമാർ ചാമക്കാലയ്ക്കും വളരെ സ്വാധീനമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 5 വർഷത്തെ വർക്കുകൾ കഴിഞ്ഞ 5 വർഷവും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ കെ.ബി. ഗണേഷ് കുമാർ. അപ്പോൾ ഇത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം പത്തനാപുരത്ത് പുതിയ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ട്രെൻഡുകൾ മാറി മറയുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന രാജു പി നായർക്ക് നന്ദി.